SIR-ൽ ശക്തമായ പ്രതിഷേധവുമായി കേരളം. തുടർ നീക്കങ്ങൾ നവംബർ 5-ന് ചേരുന്ന സർവകക്ഷി യോഗം ചർച്ച ചെയ്യും. പൗരത്വ ഭേദഗതി നിയമം വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തെ തുറന്നെതിർക്കാനാണ് സർക്കാർ തീരുമാനം. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കേരളത്തിൽ ഉയരുന്നത്. തുടർ നീക്കങ്ങൾ നവംബർ 5-ന് ചേരുന്ന സർവകക്ഷി യോഗം ചർച്ച ചെയ്യും. ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിക്കുന്നതിനായി ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവംബർ 5 4 മണിക്ക് ആ സർവകക്ഷി യോഗം ചേരാനാണ് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളെ അടക്കം ബാധിക്കുന്നതാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിലും CPIM ഇത് ചൂണ്ടിക്കാട്ടി. 23,600 23,000-ലധികമോ വരുന്ന BLOമാരെയാണ് വിന്യസിക്കേണ്ടത്. ഈ ഘട്ടത്തിൽ അത് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കും. മറ്റൊരു ഗൗരവമായ വിഷയം, എൻ്റെ പിതാവ് മരണപ്പെട്ടതാ. അപ്പം ഞാൻ ആ വോട്ടർ പട്ടികയിൽ 2002-ന് ശേഷമാണ് വന്നതെങ്കിൽ ഞാൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ സർട്ടിഫിക്കറ്റുമായിട്ട് വരണ്ടേ? അപ്പോൾ ഇത് നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആളുകളുടെയും കാര്യത്തിൽ ഫോറം പൂരിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ. മാതാപിതാക്കളുടെ അവർ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്ന് തെളിയിക്കുന്ന രേഖ വേണമെന്നാണ്. അപ്പോൾ അത് സംശയകരമാണ് ഈ നടത്തിപ്പാകെ. പൗരത്വ ഭേദഗതി നിയമം വളഞ്ഞ വഴിയിലൂടെ നടപ്പിലാക്കാനുള്ള ശ്രമത്തെയും കേരളം ചെറുക്കും. എന്തുകൊണ്ട് ആസാമിൽ നടപ്പാക്കുന്നില്ല? അതിന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ആധാറിലെ പൗരത്വം തെളിയിക്കുന്ന സംഗതികൾ വേറെ തന്നെ നടക്കുന്നുണ്ട് എന്നാണ്. അത് ഞങ്ങളുടെ സംശയത്തെ ബലപ്പെടുത്തിയിരിക്കുകയാണ്. വളഞ്ഞ വഴിയിലൂടെ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള നീക്കമാണ് എന്നത് ആസാമിനെ ഒഴിവാക്കിയതിൽ നിന്ന് വ്യക്തമാണ്. കാരണം ആസാമിൽ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കുന്നുണ്ട്. നിയമപരമായ നടപടിയും ഇടതുമുന്നണി ആലോചിക്കുന്നുണ്ട്. നവംബർ 5-ന് ചേരുന്ന സർവകക്ഷി യോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ച യോഗത്തിൽ BJP ഇതര സംഘടനകൾ എല്ലാം SIR-നെ എതിർത്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമാന നിലപാടുള്ളവരുമായി യോജിച്ച നീക്കമാകും സർക്കാർ നടത്തുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.